ആദ്യ കാഴ്ചയിൽ തന്നെ വളരെയധികം വിചിത്രമായതും ദുരൂഹത തോന്നിക്കുന്നതുമായ ഒരു ദ്വീപ്. നമ്മൾ കണ്ടിട്ടുള്ള പ്രകൃതി കാഴ്ചകളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ രൂപത്തിലുള്ള കാഴ്ചകളുള്ള ഒരു ദ്വീപ്. വ്യത്യസ്തമായ മരങ്ങൾ, വ്യത്യസ്തമായ സസ്യവർഗ്ഗങ്ങൾ, വ്യത്യസ്തമായ ജീവിവർഗ്ഗങ്ങൾ തുടങ്ങി ലോകത്ത് മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത സസ്യജീവജാലങ്ങൾ. നമ്മൾ പൂർണ്ണമായും മറ്റൊരു ലോകത്തെത്തിയ അനുഭവം. ഇതാണ് സൊക്കോട്ര. എന്തുകൊണ്ടാണ് ഈ ദ്വീപിലെ സസ്യവർഗ്ഗങ്ങൾ ഇത്രയും വ്യത്യസ്തമായത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജീവജാലങ്ങൾ ഇത്രയും വ്യത്യസ്തരായത്? എന്തായിരിക്കും ഇവിടുത്തെ പ്രകൃതിയെ ഇങ്ങനെ മാറ്റിമറിച്ചത്? അതിന് കാരണം ഇവരായിരിക്കും. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന യമന്റെ ഭാഗമായ ഒരു ദ്വീപസമൂഹമാണ് സൊക്കോട്ര. യമന്റെ തീരത്ത് നിന്ന് ഏകദേശം 340 കിലോമീറ്ററും സൊമാലിയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകലെ അറേബ്യൻ സീയിലാണ് സൊക്കോട്ര സ്ഥിതി ചെയ്യുന്നത്. 4 ദ്വീപുകൾ കൂടിച്ചേർന്നതാണ് ഇവിടുത്തെ ദ്വീപസമൂഹം. അതിൽ ഏറ്റവും വലുത് അത് സൊക്കോട്രയാണ്. 825ഓളം അപൂർവങ്ങളായ സസ്യജാലങ്ങളാണ് ഈ ദ്വീപിലുള്ളത്. ഇവയിൽ 1/3 ഭാഗവും ഉരകജീവികളിൽ 90% ഇനങ്ങളും ഭൂമിയിൽ ഇവിടെ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 140 തരം വിവിധയിനം പക്ഷിവർഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 10ഓളം എണ്ണം ഭൂമിയിൽ മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്തവയുമാണ്. ഇതാണ് ഈ ദ്വീപിലെ ഏറ്റവും ആകർഷകമായ വൃക്ഷം, ദ ഡ്രാഗൺ ബ്ലഡ് ട്രീ. ഇവയുടെ തൊലിയിൽ കണ്ടാൽ രക്തം പോലെ തോന്നിക്കുന്ന ചുവന്ന നിറത്തിലുള്ള കറ ഉള്ളതുകൊണ്ടാണ് ഈ വൃക്ഷത്തിന് ഈ പേര് ലഭിച്ചത്. ഇവിടെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ കുള്ളൻ മരങ്ങൾ. ഡിസേർട്ട് റോസ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇത് മണ്ണിന്റെ പോലും ആവശ്യമില്ലാതെ പാറയിൽ നേരിട്ട് പറ്റിപ്പിടിച്ചു വളരുന്ന റൊസ്റ്റേനിയ ഗിഗാസ്. നമ്മുടെ ഇവിടെ വെള്ളരിക്കയുണ്ടാവുന്ന വള്ളിച്ചെടികളിലാണെങ്കിൽ സൊക്കോട്രയിൽ അത് മരത്തിലാണ്. അതെ, ഇതാണ് സൊക്കോട്രയിൽ മാത്രം കാണാൻ സാധിക്കുന്ന കുക്കുംബർ ട്രീ. ഇതുപോലുള്ള വിചിത്ര സസ്യങ്ങൾക്ക് പേരുകേട്ട ദ്വീപാണ് സൊക്കോട്ര. കടുത്ത ചൂട് നിറഞ്ഞതും വരണ്ടതുമായ കാലാവസ്ഥയാണ് ഇവിടെ. ഇവിടുത്തെ ഭൂപ്രകൃതി എന്നത് മലകളും മരുഭൂമികളും അരുവികളും ചെറിയ തടാകങ്ങളും നിറഞ്ഞതാണ്. കൂടാതെ ഇവിടെ നിരവധി ഗുഹകളും മണൽ നിറഞ്ഞ ബീച്ചുകളും കാണാൻ സാധിക്കുന്നതാണ്. 50,000ഓളം ജനങ്ങളുള്ള മനുഷ്യവാസമുള്ള ദ്വീപ് തന്നെയാണ് സൊക്കോട്ര. എന്നാൽ ഇവിടെ റോഡുകളും വികസനവും വളരെ കുറവാണ്. മീൻപിടുത്തം, കൃഷി, മൃഗപരിപാലനം തുടങ്ങിയവയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗം. സൊക്കോട്ര ഇത്രയും വ്യത്യസ്തമാവാൻ കാരണം എന്നത് ഇന്ന് ഭൂമിയിൽ കാണുന്ന വൻകരകളെല്ലാം 250 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ചായിരുന്നു. എന്നാൽ അക്കാലത്ത് പോലും സൊക്കോട്ര ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നതിനാൽ മറ്റു വൻകരകളിൽ സംഭവിച്ച മാറ്റങ്ങളും പരിണാമങ്ങളും സൊക്കോട്രയെ ബാധിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ടാണ് സൊക്കോട്ര നമുക്ക് ഇന്ന് ഇത്രയും വിചിത്രവും വിസ്മയിപ്പിക്കുന്നതുമായ കാഴ്ചയായി തോന്നുന്നത്.